നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രാജ്യത്ത് 10 വർഷം മുമ്പ് പിൻവലിച്ച 5ാം പതിപ്പ് കറൻസി വ്യാജമായി നിർമ്മിച്ച് മാറ്റാൻ ശ്രമിച്ച കുവൈറ്റ് സെൻട്രൽ ബാങ്ക് മുൻ ജീവനക്കാരെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു. ഏഷ്യൻ വംശജനായ മുൻ ജീവനക്കാരനെയാണ് ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം മേജർ ജനറൽ ഹമീദ് അൽ ദവാസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് വിവരം. വ്യാജ കറൻസികൾ അച്ചടിക്കാൻ കൂട്ടുനിന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. 19,000 ദിനാർ മൂല്യമുള്ള നോട്ടുകളാണ് ഇവരൊക്കെ നിർമ്മിക്കാൻ ശ്രമിച്ചത് എന്നതും ഈ പണം പിടികൂടിയിട്ടുണ്ടെന്നുമാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. 2015 പിൻവലിച്ച 5ാം പതിപ്പിന്റെ 20-10 ദിനാർ നോട്ടുകളാണ് ഇവർ വ്യാജമായി നിർമ്മിക്കാൻ ശ്രമിച്ചതെന്നതാണ് വിവരം. 5ാം പതിപ്പ് നോട്ടുകൾ മാറ്റാൻ 2025 ഏപ്രിൽ 18 വരെ സെൻട്രൽ ബാങ്ക് അനുമതി നൽകിയിരുന്നു. ഇത് മുതലെടുത്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതെന്നതാണ് വ്യക്തമാകുന്നത്. ഇവ സെൻട്രൽ ബാങ്ക് തിരികെ വാങ്ങി നശിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വ്യാജ കറൻസി നിർമ്മിച്ചത് എന്നതാണ് മുൻ ജീവനക്കാരനും മറ്റ് കൂട്ടാളികളും ഒക്കെ നൽകുന്ന വിവരമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. എന്തായാലും ഇവ വ്യാജ നോട്ടുകളാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചതോടെ ഈ ഉദ്യോഗസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിലാണ് വ്യാജ നോട്ടുകൾ മാറ്റാൻ മുൻ സഹപ്രവർത്തകരിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യം പ്രതി വ്യക്തമാക്കുന്നത്. മുമ്പും ഇയാൾ സമാന രീതിയിൽ നോട്ടുകൾ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുന്നുണ്ട് എന്നാണ് സൂചന. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതി ഏത് രാജ്യക്കാരനാണ് എന്നത് വ്യക്തമാക്കിയിരുന്നില്ല. പിന്നീടാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നത്. പബ്ലിക് പ്രോസിക്യൂഷൻ സമഗ്രമായ അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഹൈ സെക്യൂരിറ്റി പവറിൽ UAE പുതിയ 100 ദിർഹത്തിന്റെ പുതിയ കറൻസി നോട്ടുകൂടെ UAE സെൻട്രൽ ബാങ്ക് പുറത്തിറക്കുന്ന വാർത്ത പുറത്തുവരുന്നത്. അത്യാധുനിക രൂപകൽപ്പനയും സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെയുള്ള ഈ നോട്ട് കടലാസിന് പകരം പോളിമറിൽ നിർമ്മിച്ചതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. നിലവിൽ പ്രചാരണത്തിലുള്ള 100 ദിർഹം നോട്ടിനൊപ്പം പുതിയ നോട്ടുകളും തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്. രാജ്യത്തെ ബാങ്കുകൾ, എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ, ATM യന്ത്രങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ പുതിയ നോട്ടുകൾ നൽകാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. പുതിയ നോട്ടിന്റെ മുൻവശം ഉമുൽ ഖുവൈൻ നാഷണൽ ഫോർട്ടിന്റെയും മറുവശത്ത് ഫുജൈറ തുറമുഖത്തിന്റെയും ഒക്കെ ഇത്തിഹാദ് റെയിലിന്റെയും ഒക്കെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് പുതിയ നോട്ട് പുറത്തിറക്കിയത്. സെൻട്രൽ ബാങ്കിന്റെ 3rd ഇഷ്യൂവൻസ് ഓഫ് ദ നാഷണൽ കറൻസി പ്രൊജക്ടിന്റെ ഭാഗമായിട്ടായിരുന്നു പുതിയ നോട്ട് പുറത്തിറക്കിയത്. ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കാനും കള്ളപ്പണത്തെ പ്രതിരോധിക്കാനും നൂതന സാങ്കേതിക വിദ്യയായ സ്പാർക്ക് ഫ്ലോ ഡൈമെൻഷൻസ്, കൈൻഗ്രാം കളേഴ്സ് എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ഈ നോട്ട് തയ്യാറാക്കിയത്. പോളിമാർ നോട്ടുകൾ ആയതുകൊണ്ട് തന്നെ പരമ്പരാഗത കറൻസി നോട്ടുകളെ അപേക്ഷിച്ച് കൂടുതൽ കാലം ഈട് നിൽക്കുമെന്നും ഇതിന് പ്രത്യേകതയായി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. അന്തർക്കൊക്കെ ഈ നോട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള സാഹചര്യവും ഈ നോട്ടിൽ ഉണ്ടാക്കി. ഈ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ്, അതായത് ഹൈ സെക്യൂരിറ്റിയുള്ള പുതിയ നോട്ടുകളൊക്കെ ഇറക്കി എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് UAE നിന്ന് തന്നെ ഞെട്ടിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് കള്ളപ്പണം ഉണ്ടാക്കി, വ്യാജ നോട്ടുണ്ടാക്കി പണം സമ്പാദിക്കാനുള്ള ശ്രമം പുറത്തു വരുന്നത്. എന്തായാലും പണം ഉണ്ടാക്കാൻ എളുപ്പവഴി നോക്കിയതിന്റെ പേരിൽ പ്രവാസികൾക്ക് കുരുക്ക് വീണിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. രാജ്യത്ത് 10 വർഷം മുമ്പ് പിൻവലിച്ച 5ാം പതിപ്പ് കറൻസിയാണ് വ്യാജമായി കൂട്ടർ നിർമ്മിക്കാൻ ശ്രമിച്ചത് എന്നും ഈ പണം വ്യാജമായി നിർമ്മിച്ച് അത് ബാങ്ക് വഴി മാറ്റാൻ ശ്രമിച്ച കുവൈറ്റ് സെൻട്രൽ ബാങ്ക് മുൻ ജീവനക്കാരെയും കൂട്ടാളികളെയുമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുമാണ് പുറത്തുവരുന്ന വിവരം. 19,000 ദിനാർ മൂല്യമുള്ള നോട്ടുകളാണ് ഇയാൾ ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ച് അത് മാറ്റി നല്ല നോട്ടുകൾ ഉണ്ടാക്കാനായുള്ള ശ്രമം നടത്തിയത്. 2015 പിൻവലിച്ച 5ാം പതിപ്പിന്റെയും 20-10 ദിനാർ നോട്ടുകളുമൊക്കെയാണ് ഇയാൾ വ്യാജമായി നിർമ്മിച്ച് മാറ്റാൻ ശ്രമിച്ചത് എന്നതാണ് വിവരം. ഇവർക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്ന് തന്നെയാണ് UAE അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ, ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ UAE-യിലുള്ളവർക്ക്, ഈ തെറ്റ് ചെയ്യുന്നവർക്ക് കടുത്ത നടപടി തന്നെ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.